ക്രിസ്റ്റൽ പാലസ് ഒരു പ്രധാന കിരീടത്തിനായി 100-ലേറെ വർഷങ്ങളാണ് കാത്തിരുന്നത്. വെംബ്ലിയിൽ കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയെ വീഴ്ത്തി ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചതിന്റെ ആഘോഷത്തിലാണ് ക്രിസ്റ്റൽ പാലസ്. ഫൈനലിൽ ക്രിസ്റ്റൽ പാലസ് തോൽപ്പിച്ചതിന് പിന്നാലെ എർലിംഗ് ഹാലൻഡിന്റെ പെനാൽറ്റി തീരുമാനത്തിന് നേർക്കാണ് ആരാധകരും മുൻ താരങ്ങളും തിരിയുന്നത്. 17-ാം മിനിറ്റിൽ എബ്രജി എസയുടെ ഗോളിലൂടെയാണ് ക്രിസ്റ്റൽ പാലസ് കിരീടം ചൂടിയത്. 36-ാം മിനിറ്റിലാണ് സമനില പിടിക്കാൻ സിറ്റിക്ക് മുൻപിൽ അവസരം തെളിഞ്ഞത്. എന്നാൽ അത് കളഞ്ഞുകുളിച്ച് കിരീടമില്ലാതെ സിറ്റി സീസൺ അവസാനിപ്പിച്ചു. ബെർണാഡോ സിൽവയെ ബോക്സിനുള്ളിൽ വീഴ്ത്തിയതിനാണ് സിറ്റിക്ക് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചത്. എന്നാൽ ഒമർ മർമോഷിന്റെ കിക്ക് ക്രിസ്റ്റൽ പാലസ് ഗോൾ കീപ്പർ ഹെൻഡേഴ്സൺ ഡൈവ് ചെയ്ത് തടഞ്ഞിട്ടു. ഹാളണ്ടാണ് സിറ്റിയുടെ പ്രധാന പെനാൽറ്റി ടേക്കർ. എന്നാൽ ഹാളണ്ട് പന്ത് മർമോഷിന്റെ കൈകളിലേക്ക് നൽകി. ഹാളണ്ടിന്റെ ഈ തീരുമാനം ടീമിന് വലിയ തിരിച്ചടിയായി. പെനാൽറ്റി കിക്കിനുള്ള അവസരം ഹാളണ്ട് എന്തിനാണ് സാധാരണത്തിന് നൽകിയതെന്ന് ചോദിക്കുകയാണ് മുൻ യുണൈറ്റഡ് താരം വെയിൻ റൂണി. മെസ്സിയും റൊണാൾഡോയുമല്ല ഹാളണ്ട് എന്നും റൂണി പറയുന്നു. വേൾഡ് ക്ലാസ് ഫോർവേഡാണ് ഹാളണ്ട്. എന്നാൽ മെസ്സി, റൊണാൾഡോ എന്നിവരുമായി താരതമ്യം ചെയ്താൽ ആ സമയത്ത് അങ്ങനെയൊരു പെനാൽറ്റി കിക്ക് അവസരം ഇരുവരും മറ്റൊരു താരത്തിന് നൽകുമായിരുന്നില്ല. ഹാളണ്ട്, എംബാപ്പെ എന്നിവരിൽ നിന്ന് മെസ്സിയെയും റൊണാൾഡോയെയും വ്യത്യസ്തരാക്കുന്നത് അതാണ്. അവർ സ്വാർത്ഥരാണ്. എല്ലാ മത്സരത്തിലും സ്കോർ ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹമെന്നും റൂണി പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.